हरे कृष्णा सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा ഭവനപുരേശൻ की जय। ഓം ശ്രീ മാത്രേ നമഃ। ഗുരുവായൂർ മഞ്ജരീസിന്റെ ദേവി മഹാത്മ്യ പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്താണ് വിശേഷം? രണ്ട് ദിവസം ക്ലാസ് ഉണ്ടായില്ല, എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. നാളെയും ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മറ്റെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കുന്നത് വീണ്ടും ഒരു അർത്ഥവത്തായ ചോദ്യമായിരിക്കും എന്നറിയാം, എങ്കിലും ചോദിക്കുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു? മഞ്ജരീസിന്റെ വിട്ടുപോയ ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ടോ? ജപിക്കാറുണ്ടോ? വായിക്കാറുണ്ടോ? എല്ലാവരും നോൺ വെജൊക്കെ മാറി വെജായോ? ഏകാദശി എടുക്കാറുണ്ടോ? പ്രദോഷം എടുക്കാറുണ്ടോ? ഗ്രൂപ്പിൽ വരുന്ന പ്രഭാത മഞ്ജരി, അതുപോലെ പിന്നെ ജ്ഞാനമഞ്ജരി, ഇതൊക്കെ വായിക്കാറുണ്ടോ? അല്ലെങ്കിൽ മാതാജി എവിടെയോ ഇരുന്നിട്ട് കുറെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടുന്നു, അത് സമയം പോലെ വായിക്കാം എന്ന ഭാവത്തിൽ അങ്ങനെ വിട്ട് കളയാണോ? ഉച്ചപൂജ അലങ്കാരം കാണാറുണ്ടോ? ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ടോ? ശബ്ദം തീരെ കുറവാണോ? ഞാനപ്പോൾ കൂടുതൽ വോളിയം എടുക്കേണ്ടി വരും, അതാണ് കാര്യം. കൂടുതൽ വോളിയം എടുക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ എനിക്ക് ഡബിങ്ങിന് പോകുമ്പോൾ അതൊരു പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വോളിയം എടുക്കാത്തത്. എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ കേൾക്കാവോ? യോ നാരായണ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? തീരെ സൗണ്ട് ഇല്ല. ഒരു മിനിറ്റ്, ഇനി ഫോണിന്റെ സൗണ്ട് വല്ലതും കുറവാണോ? യോ, ഇതൊക്കെ വോളിയം മാക്സിമം ഉണ്ട്. എല്ലാം കൃത്യമായി നടക്കുന്നു ദൈവകൃപയാൽ. ത്രിവേണിയമ്മ, ഓക്കെ, നൈസ്. പിന്നെ ആരൊക്കെയാണ് വെജിറ്റേറിയൻ അല്ലാതെ ഇരിക്കുന്നത്? നോൺ വെജ് ഒക്കെ വിട്ട് വെജിലേക്കായോ, അല്ലെ വെജൊക്കെ വിട്ട് നോണിലേക്കായോ? സൗണ്ട് ഇത്രയേ ഉള്ളൂ അമ്മ. ഇനി ഇതിനേക്കാൾ വോയിസ് റേസ് ചെയ്താൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് സൗണ്ട് ഇല്ലാതെ ആയി പോകും. ഇപ്പൊ കേൾക്കുന്നില്ല, ഒട്ടും കേൾക്കുന്നില്ല. ഞാൻ ഇനി സൗണ്ട് എടുക്കാൻ പറ്റൂല, എന്റെ ശബ്ദം പോവും. എനിക്ക് ജോലിക്ക് പോണ്ടേ. ഹെഡ്സെറ്റ് ഇട്, ഹെഡ്സെറ്റ്. നിങ്ങളുടെ ഹെഡ്സെറ്റ് എവിടെ? ഫോണിന്റെ ഹെഡ്സെറ്റ് എവിടെ? ശബ്ദമുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ ശബ്ദം എടുത്ത് വിടുന്ന? ആർത്ത് വിളിക്കുക. കാണാറില്ലേ? ഉച്ചപൂജ അലങ്കാരമൊക്കെ കാണാറില്ലേ? ഗുരുവായൂരൊക്കെ പോവാറില്ലേ? തൊഴാറില്ലേ? പ്രാർത്ഥിക്കാറില്ലേ? ഭജനയിരിക്കാറില്ലേ? ഇതൊക്കെ ഉണ്ടോ അതോ ഇല്ലേ? വെജാണ് എന്റെ കുട്ടിയെ. അമ്മയൊക്കെ വെജാന്ന് എനിക്കറിയാം. ഇല്ല, മാറുന്നില്ല. ഓക്കെ ഓക്കെ, സൂപ്പർ. അപ്പൊ എന്തിൽ നിന്നോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, അല്ലേ? നമ്മൾ എങ്ങനെയായിരുന്നോ അതുപോലെ ആയിരിക്കുക. നമ്മൾ എന്ത് ചെയ്യാ? നമ്മളായി ജീവിക്കുമ്പോഴാണ് അതിനൊരു ഭംഗിയുള്ളത്. നമ്മൾ ഒരിക്കലും പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ, നമ്മൾക്ക് ഞാൻ ഇന്നും നാളെയൊക്കെ കുറച്ച് തിരക്കില്ല, എനിക്ക് വർക്ക് ഉണ്ട്, ഇന്നിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് വേഗം കിടന്ന് ഉറങ്ങണം, എന്നാലും എനിക്ക് നാളെ വർക്കിന് പോകാൻ പറ്റും. എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇന്നും നാളെയൊക്കെ മറ്റന്നാളൊക്കെ ഷൂട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ, പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറാതിരിക്കുക. ഇല്ല, സൗണ്ട് ഉണ്ടല്ലോ, ഫോണൊക്കെ ഫുള്ളാണ്, സൗണ്ട് ഉണ്ട്. സൂപ്പർ രാജലക്ഷ്മി അമ്മ. കുറെ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വിവരണമൊക്കെ നമ്മുടെ മഞ്ജരീസിന്റെ ഗ്രൂപ്പിൽ വരാറുണ്ട്, അല്ലേ? വാട്സപ്പ് ഗ്രൂപ്പിൽ വരാറുണ്ട്. അപ്പോ എന്താ പറയാ, അതൊക്കെ വായിക്കണം കേട്ടോ. 2 വർഷമായി ഞാൻ വെജായിട്ട്. ആരാ? ലാലി അമ്മ. ഓക്കെ, അപ്പൊ അതൊക്കെ വായിക്കണം. നല്ല നല്ല അറിവുകളാണ്. ഞാൻ ഈ ഷൂട്ടിന്റെ ഇടയ്ക്കും ഡബിങ് പോകുമ്പോഴും ഒക്കെ നിങ്ങളെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് എനിക്ക് കിട്ടുന്ന കുറച്ച് സമയങ്ങളിൽ പോലും ഞാൻ ഇരുന്ന് ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കും,
എപ്പോഴും മൊബൈലിലാണല്ലോ എന്ന്. അപ്പോ എന്ത് ചെയ്യണം, ചെൽവി നമ്മുടെ ട്രസ്റ്റിനെ കുറിച്ചും നമ്മുടെ മഞ്ജരീസിനെ കുറിച്ചൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അത് അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അത് മനസ്സിലാക്കി കൊടുത്ത് വീണ്ടും അത് ഇരുന്ന് ടൈപ്പ് ചെയ്ത് ഞാനത് പോസ്റ്റ് ചെയ്ത് അത് അങ്ങനെ പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അത് അയച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ ബാക്കിലുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് ആ ക്ഷേത്ര വിവരണങ്ങളെ കുറിച്ചൊക്കെ എത്തുന്നത്. അപ്പൊ അതൊന്നും വായിക്കാതെ കളയരുത്, വായിക്കണം. നല്ല നല്ല അറിവുകളാണ്. എന്താ പറയാ, ഇന്നാണോ ക്ലാസ് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്? ഓക്കെ, സൂപ്പർ. പിന്നെ അപ്പൊ അതൊക്കെ നമ്മള് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്കൊക്കെ എന്താ പറയാ, തീർച്ചയായിട്ടും ശ്രീധരൻ പ്രഭു, വൈകാതെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരും അങ്ങേക്കുള്ള സഹായവുമായിട്ട് കേട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ വർക്കിന്റെ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഇവിടുന്ന് ഒന്ന് അനങ്ങാൻ പറ്റാത്തത്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ എന്താ പറയാ, നമ്മൾ എങ്ങനെയെങ്കിലും ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് ചിലപ്പം ആ ക്ഷേത്രങ്ങളിലോട്ടൊക്കെ ഒന്ന് എത്താൻ പറ്റിയാല്, വെറുതെ നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു മ്യൂസിയം കാണാൻ പോകുന്ന ഒരു ഫീലോട് കൂടി നമ്മൾ ഒരിക്കലും ക്ഷേത്രങ്ങളിൽ പോകരുത്, അല്ലെ? മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ച ബംഗ്ലാവ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഹോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരും. അങ്ങനെ അല്ലാതെ ഇത് നമ്മുടെ മഞ്ജരീസിന്റെ ഗ്രൂപ്പിൽ വന്ന ക്ഷേത്രമാണ്, ഇവിടുത്തെ വിവരണങ്ങൾ ഇങ്ങനെയാണ്, അറ്റ്ലീസ്റ്റ് ആ ഒരു ബേസ്മെന്റ് എങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നോളേജ് എങ്കിലും നമുക്ക് കിട്ടണം. കാരണം നമ്മളൊക്കെ ഈ ജന്മത്തിൽ ഏതൊക്കെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും, എവിടെയൊക്കെ എത്തും, എങ്ങോട്ടൊക്കെ പോകും, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊന്നും നിശ്ചയമില്ലാത്ത കാര്യങ്ങളാണ്, അല്ലെ? എല്ലാം ഭഗവാന്റെ കയ്യിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പോണ സമയത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള കുറച്ചെങ്കിലും ഒരു ചെറുതായിട്ടുള്ള ഒരു അറിവെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാൽ ആ ക്ഷേത്ര ദർശനം ശരിക്കും വായിക്കുക. പിന്നെ അല്ലാണ്ട് നമ്മൾ കുറച്ച് ജ്ഞാനമഞ്ജരി എന്നുള്ള അറിവിടുന്നുണ്ട്. കാരണം ഇപ്പം എന്താണ്, ഒത്തിരി കാര്യങ്ങൾ പല നമ്മുടെ ഹൈന്ദവപരമായിട്ട് ഒത്തിരി നോളേജ് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാൻ പറ്റും. ഓരോരോ ഡൗട്ട്സ് ആണ് നമുക്ക്, അല്ലെ? ഗണപതി ഭഗവാന്റെ കൊമ്പ് ഒന്നില്ല, ഒന്നുണ്ട്, അല്ലെങ്കിൽ തുമ്പിക്കൈ എങ്ങനെ വന്നു, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ദൈവങ്ങളെ പറ്റിയും നമുക്ക് കുറേ സംശയങ്ങൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങളിൽ നിന്നൊക്കെ ഒരു ചെറിയ ഒരു അറിവ് നമുക്ക് എല്ലാവർക്കും, ഇപ്പൊ ഞാൻ അടക്കമുള്ളവരുടെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് പരിമിതമായ അറിവുകളാണ്, പൂർണ്ണമായിട്ടൊരു അറിവ് നമുക്കില്ല, ഒന്നിനെ കുറിച്ചും ഇല്ല. അത് തന്നെയാണ് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. ഒരുപാട് കൺഫ്യൂഷനാണ് നമുക്ക്. അതങ്ങനെ ചെയ്താൽ ശരിയാവോ, ഇതിങ്ങനെ ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ വായിക്കേണ്ടത്, ഇങ്ങനെയാണോ ജപിക്കേണ്ടത്, അങ്ങനെ ഒത്തിരി സംശയങ്ങളാണ് നമുക്ക് എല്ലാവർക്കും, അല്ലെ? അപ്പൊ ആ സംശയങ്ങളെ എല്ലാം ദൂരീകരിക്കാനൊക്കെ ആയിട്ട് ജ്ഞാനമഞ്ജരി എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു പങ്ക്തി നമ്മുടെ മഞ്ജരീസിൽ പോകുന്നുണ്ട്. ഇന്നും എനിക്ക് കുറച്ച് ടൈപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല, സമയം ഉണ്ടായിരുന്നില്ല. നാളെ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേറെ കുറച്ച് ആർട്ടിക്കിൾസ് വരും. അതുപോലെ ഗാനമഞ്ജരി, നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല സിനിമാ പാട്ടും ഡപ്പാങ്കൂത്ത് പാട്ടും റീൽസും ഒക്കെ കണ്ടുകൊണ്ട് എഴുന്നേൽക്കുന്നതിനേക്കാൾ എത്രയോ മനസ്സുഖമാണ് നമുക്ക് നല്ല ഒരു ഭക്തിഗാനം കേട്ട് എഴുന്നേൽക്കുന്നത്, അല്ലെ? ആ ഒരു ദിവസം നമുക്ക് കുറച്ചും കൂടി ബ്ലിസ്ഫുൾ ആവാൻ ഏറ്റവും നല്ലതാണ് ഒരു ഭക്തിഗാനം. കാരണം നമ്മുടെ മൈൻഡ് എല്ലാം എപ്പോഴും അപ്സെറ്റ് ആണ്. ഓരോരോ കാര്യങ്ങൾ, എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് അപ്സെറ്റ് ആണ് എപ്പോഴും. ചില സമയത്ത് വിചാരിക്കും എന്തൊരു ജീവിതാണിത്, രാവിലെ ആവുന്നു, ജോലിക്ക് പോണു, രാത്രി വരുന്നു, വീട്ടിലെ ജോലി എടുക്കണു, അത് ചെയ്യണു, ഇത് ചെയ്യണു, എത്ര ചെയ്താലും കുറ്റങ്ങളും കുറവുകളും തന്നെ, എല്ലാവരുടെ വായത്തതും കേൾക്കണം, മതിയായി എന്നൊക്കെ തോന്നുന്ന നിമിഷങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും, അല്ലെ? ആണുങ്ങളും പെണ്ണുങ്ങളുടെ ഒക്കെ ലൈഫിൽ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് നമുക്ക് ഈശ്വരനിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. നമുക്ക് പ്രതീക്ഷകൾ തരും, ജീവിതത്തിൽ സമാധാനം തരും, സന്തോഷം തരും. നമ്മൾ ഒന്നിനു വേണ്ടിയിട്ടും ആരുടെ മുമ്പിലും അടിയറവ് പറയാതിരിക്കുക. എന്റെ ഒരു കോൺസെപ്റ്റ് അതാണ്. നമ്മൾ ഒരാളുടെ മുമ്പിലും തല കുനിച്ച് നിൽക്കാതിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യം നമ്മളായിട്ട് നമ്മുടെ ജീവിതത്തിൽ വെക്കാതിരിക്കുക. ഇപ്പൊ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ നിൽക്കേണ്ടി വരും, സ്വാഭാവികം. അങ്ങനെ ഉണ്ടാകുമ്പോഴും നമ്മൾ മനസ്സിൽ എന്ത് പറയാ, ഞാൻ ഇന്ന് ഇങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്, ഞാൻ ഇന്ന് ഇങ്ങനെ എന്താ പറയാ വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കർമ്മഫലമാണ് എന്ന് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് നമ്മൾ ആ അവസ്ഥയെ മറികടക്കുക. മനസ്സിലായില്ലേ? മാതാജി ഈയിടെ ആയിട്ട് എനിക്ക് മായാദേവി കൂടിയെന്ന് സംശയം. അപ്പൊ മായാദേവിയെ തിരിച്ചറിയാനുള്ള ബുദ്ധി സുജാത മാതാജിക്ക് ഉണ്ട്. അപ്പൊ ആ ബുദ്ധി ഉപയോഗിച്ച് എന്തുകൊണ്ട് ഭഗവാനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് പറ്റുന്നില്ല? ഞാൻ വരണോ കോഴിക്കോട്ടേക്ക്? അപ്പോ എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്നല്ല, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പ്രശ്നങ്ങളിലൂടെ തന്നെ ജീവിച്ചു പോയാൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല.
നമ്മൾ എന്തൊരു പ്രശ്നം വന്നാലും മനസ്സിരുത്തി വയലൻസിലേക്ക് പോകാതെ നമ്മൾ ആലോചിക്കുക ഇതെങ്ങനെ നമുക്ക് മറികടക്കാം, അല്ലെങ്കിൽ നാളെ തന്നെ ചെയ്ത് തീർക്കേണ്ട കാര്യമാണ്, ശരി നാളെ നമുക്ക് അതിനൊരു മാർഗം ഇല്ലെങ്കിൽ ഒന്ന് അതാണ് ഈശ്വര നിശ്ചയം, രണ്ട് നമുക്ക് എന്താണ് എങ്ങനെ ഇത് മറികടക്കാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാം. മനസ്സിലാവുന്നത് എങ്ങനെ ഇത് മറികടക്കാം, എത്ര പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാം. കാരണം എന്താണെന്നറിയോ, ആരോഗ്യവും ആയുസ്സും സൗന്ദര്യവും സമാധാനവും ജീവിക്കാൻ ഒരു സ്ഥാനമാനങ്ങളും ഉണ്ടെങ്കിലേ നമുക്ക് ബന്ധുമിത്രാദികളുള്ളൂ. അത് എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് വിഷമത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റും ആരും ഉണ്ടാവില്ല, ഒരു മനുഷ്യനും ഉണ്ടാവില്ല. നമ്മളെ കാണുന്നത് പോലും എന്താ പറയാ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല നമ്മളെ കാണുന്നത് പോലും. അതേസമയം നമ്മൾ എപ്പോഴും സന്തോഷവതികളായിരിക്കണം, സന്തോഷവാന്മാരായിരിക്കണം. കാരണം എന്താ, നമ്മുടെ സന്തോഷം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളാണ്. ബിന്ദുമ്മേ ആ ഡോർ ക്ലോസ് ചെയ്യൂ. ഒരു ദിവസത്തെ എത്ര പ്രാവശ്യം പറയണം? അപ്പോ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക. മനസ്സിലായില്ലേ? നമ്മൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരാളും സന്തോഷം കൊണ്ടെത്തരില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിക്കും, സുഖമായിരിക്കുന്നോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ കുറച്ച് വിഷമങ്ങൾ പറഞ്ഞു നോക്ക്, എപ്പ പോയാലും അവരെ വായന്ന് കുറെ പരിഭവവും പ്രശ്നങ്ങളും പരാതികളും തന്നെ കേൾക്കണം. എനിക്കാവൂല, അവിടെ ഭയങ്കര നെഗറ്റീവ് അടിക്കും. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ആരായാലും പറയും. അല്ലെങ്കിൽ ദേ വരുന്നുണ്ട്, നീ കുറെ പരാതിക്കെട്ടും കൊണ്ട് ബാണ്ടക്കെട്ടും കൊണ്ട് വന്നോളും. ഇതായിരിക്കും നമ്മള് വിഷമത്തിൽ ഇരിക്കുമ്പോ പബ്ലിക്കിൽ നിന്നുള്ള എന്താ പറയാ ഒരു കാഴ്ചപ്പാട്. മനസ്സിലായില്ലേ? അപ്പൊ ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾക്ക് ചുറ്റുമുള്ളവർക്ക് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചാല്, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് എന്താ തോന്നുക, ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു മനസമാധാനം ഉണ്ട്. കാരണം എന്താണ്, അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആണ്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് സമാധാനത്തോടെ അവിടെ അങ്ങ് ഇരിക്കാൻ പറ്റും, അല്ലെ? സന്തോഷത്തോടെ നമുക്കൊരു മനസ്സുഖത്തോടു കൂടി ഇരിക്കാൻ പറ്റും. ഇതേ നമ്മളൊന്ന് ശ്മശാനത്തിലേക്ക് പോയി നോക്കൂ, ഒരു സെമിത്തേരിയിലേക്ക് പോയി ഒരു മൂകത അനുഭവപ്പെടും. നമുക്ക് കുറെ നേരം നമുക്ക് അവിടെ ഇരിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ഇല്ലേ? അപ്പോൾ ഇത് രണ്ടും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. മനസ്സിലായില്ലേ? നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട്. ഒന്ന്, നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഒരാൾ സംസാരിക്കാൻ വരികയാണെങ്കിൽ ആ സംസാരത്തെ നമ്മൾ അവഗണിക്കുക. ഒന്നുകിൽ നമ്മൾ അതിന് മറുപടി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഓർത്തു കഴിഞ്ഞാൽ മാന്യമായിട്ട് പറയാം, അയ്യോ എനിക്ക് കുറച്ച് സമയക്കുറവുണ്ട്, പിന്നെ കാണാം എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കുക. കാരണം എന്താ, ഒരിക്കലും നെഗറ്റീവ്സ് നമ്മളിലേക്ക് എടുക്കാതിരിക്കുക. കാരണം നമ്മൾ എല്ലാവരും ജപിക്കുന്നവരാണ്. ജപിക്കുന്നവരും വായിക്കുന്നവരും സത്സംഗം കേൾക്കുന്നവരും എപ്പോഴും പോസിറ്റീവിനോടൊപ്പമാണ് യാത്ര ചെയ്യേണ്ടത്, നെഗറ്റീവിലേക്ക് പോകാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നന്നായിട്ട് ഏകാഗ്രതയോടുകൂടി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏകാഗ്രതയോടുകൂടി നമ്മൾ കുറച്ച് ധ്യാനിക്കാൻ ശ്രമിക്കണം. ഒരു 5 മിനിറ്റ് സമയമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, അല്ലെ മാക്സിമം ഒരു 10 മിനിറ്റ് സമയം ഒന്ന് ധ്യാനിക്കുക. എവിടെ മാതാജി ധ്യാനിക്കാനൊക്കെ നേരം? കണ്ണ് തുറക്കുന്നത് അടുക്കളയിലേക്കാണ്. എനിക്കും അറിയാം, ആ ജോലികളെല്ലാം എനിക്കും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾക്കൊരല്പം സന്തോഷം കണ്ടെത്താൻ നമുക്ക് ജീവിതത്തിൽ സമയമില്ലെങ്കിൽ ഇനി എപ്പോഴാണ്? ഇനി മുന്നോട്ട് അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അവഗണനകൾ അനുഭവിക്കാൻ കിടക്കുന്നുണ്ട്. കാരണം എന്താ, ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരും യൗവനത്തിലേക്കല്ല യാത്ര ചെയ്യുന്നത്, റിവേഴ്സ് ഗിയർ ഇട്ട് പോണില്ല, അല്ലെ? നമ്മളെല്ലാരും മുന്നോട്ടേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ അവഗണനകൾ ഇനിയാണ് നമ്മൾ കാണാൻ കിടക്കുന്നത്. ഒറ്റപ്പെടുത്തലുകളൊക്കെ അനുഭവിക്കാൻ ഇനിയാണ് സമയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, സന്തോഷവാന്മാരായിരിക്കുക, സന്തോഷവതികളായിരിക്കാം. ഒരു പരിധിക്ക് മേലെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, ഒരു പരിധിക്ക് മേലെ ആരെയും വിശ്വസിക്കാതിരിക്കുക. കാരണം എന്താ, ഇത് കലിയുഗമായതുകൊണ്ട്, വ്യക്തികളുടെ കുഴപ്പമല്ല, കലിയുഗമായതുകൊണ്ട് പരമാവധി നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒതുക്കി വെക്കുക. ഇത് ഞാൻ തരുന്ന ഒരു ബെറ്റർ അഡ്വൈസ്, എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. മനസ്സിലാവുന്നത്? നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒതുക്കുക, കഴിയുന്നതും ഭഗവാനോട് ഷെയർ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? മാക്സിമം ഭഗവാനോട് ഷെയർ ചെയ്യാം. അങ്ങനെ മുന്നോട്ട് പോവുക. എത്രത്തോളം ജീവിതത്തിൽ നിശബ്ദത പാലിക്കാൻ പറ്റുമോ അത്രത്തോളം നിശബ്ദത പാലിക്കുക. മൗനം വിദ്വാന് ഭൂഷണം എന്നൊരു പഴമൊഴി ഒരിക്കലും തെറ്റിപ്പോകാറില്ല. നിശബ്ദമായിട്ട് ജീവിച്ചു പോവുക. എന്നാലോ ആ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക. നമുക്കൊരു കുഞ്ഞ് അച്ചീവ്മെന്റ് കിട്ടിയാലും നമ്മളത് വലിയ ബിൽഡപ്പ് ചെയ്ത് കാണിക്കാനാണ് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കണ്ട. കാരണം എന്താ, നമുക്ക് തരുന്നതെല്ലാം ഭഗവാൻ നമുക്ക് തരുന്ന കാര്യങ്ങളാണ്. അത് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോവാം. പിന്നെ നമ്മൾക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. ഓക്കെ,
എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അപ്പൊ എപ്പോഴും നമ്മളിങ്ങനെ എല്ലാരോടും അയ്യോ എനിക്ക് ഒട്ടും മേല, എനിക്ക് വയ്യ, എനിക്ക് അങ്ങനെ, എനിക്ക് അത് പറയാതിരിക്കുക. കാരണം എന്താ, ഒരിക്കലും നമ്മുടെ അസുഖങ്ങൾ ആരും ഷെയർ ചെയ്യില്ല, നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ആരും ഷെയർ ചെയ്യില്ല. എന്താ അവര് ചോദിക്കുക, ഓ അങ്ങനാണോ, മരുന്നില്ലേ കഴിക്കാൻ, അല്ലെങ്കിൽ കഴിച്ചില്ലേ, സുഖല്ലേ, മരുന്ന് കഴിക്കൂ, ഒക്കെ ശരിയാവും കേട്ടോ. ആ ഒരു 2-3 സെക്കൻഡ് നേരത്തുള്ള എക്സ്പ്രഷൻ മാത്രമാണ്. അതാദ്യം തിരിച്ചറിയുക. ജീവിതത്തിന് കുറച്ച് യഥാർത്ഥ മുഖങ്ങളുണ്ട്, അത് തിരിച്ചറിഞ്ഞാൽ മതി. ആ ഒരു കുറച്ചു നേരം മാത്രം എന്താ പറയാ ഉള്ള ഒരു എക്സ്പ്രഷൻ അതേ മറ്റുള്ളവരിൽ നിന്ന് കിട്ടും. അല്ലാതെ കാലാകാലം വയ്യാതിരിക്കുന്ന നമ്മളെ നോക്കാൻ ആരും ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാവില്ല. ഒന്ന് വയ്യാണ്ട് കിടന്നു കഴിഞ്ഞാൽ എത്ര സമയം ഈ പറയുന്ന ആളുകൾ നമ്മളെ ഒന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനോ രാത്രി ഉറക്കം ഒഴിഞ്ഞിരുന്ന് കാല് ഒഴിഞ്ഞു തരാനോ കൈ ഒഴിഞ്ഞ് ആരും ഉണ്ടാവില്ല. നമ്മൾ ജന്മം നൽകിയ മക്കൾക്ക് പോലും ഒന്ന് മിണ്ടായിരിക്കും, എടുക്കണം, എനിക്ക് വയ്യ എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അത് ആർക്കും നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റൂല, മനസ്സിലായില്ലേ? ഒരാളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ നമ്മുടെ വയ്യായികകൾ മറ്റുള്ളവരിലേക്ക് പറയാതിരിക്കുക. ഞാനൊക്കെ എത്ര വയ്യാണ്ടായാലും എനിക്ക് കുറച്ച് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം എന്നാണെങ്കിൽ ഞാൻ കിടന്നുറങ്ങും ഉച്ചയ്ക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ. കാരണം നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നവരാണ് അല്ലേ, ആരോഗ്യം ഇനി സംരക്ഷിച്ചേ പറ്റൂ. അപ്പൊ 1-2 മണിക്കൂർ കിടന്നുറങ്ങും എത്ര വയ്യാണ്ടായാലും. അല്ലെങ്കിൽ അല്ല, ചെറിയൊരു തലവേദന ഉണ്ട്, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അയ്യോ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് സൈനസ് അങ്ങനെ, എനിക്ക് ഇങ്ങനെ, അയ്യോ ഞാൻ സഹിക്കാൻ പറ്റാത്ത വേദന സഹിക്കുന്നു, ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യവും ഇല്ല. കേൾക്കാൻ കേൾവിക്കാരുണ്ടാവുന്നല്ലാതെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാല് നമുക്ക് സന്തോഷം കിട്ടും. ഒന്ന്, നമ്മുടെ ഇല്ലായ്മകളെ കുറിച്ച് പറഞ്ഞു നടക്കാതിരിക്കുക. ഒന്ന്, നമ്മുടെ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു നടക്കാതിരിക്കുക. ഒന്ന്, നമ്മുടെ ആരോഗ്യമില്ലായ്മയെ കുറിച്ച് പറഞ്ഞു നടക്കാതിരിക്കുക. 2, കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാനോ കേൾക്കാനോ പോകാതിരിക്കുക. പറയുന്ന സാഹചര്യത്തിൽ നിന്ന് ഒഴിവായി പോവുക. അത് ഒരു മെസ്സേജ് ആയാലും ഒരു കോൾ ആയാലും തീർത്തും അവോയ്ഡ് ചെയ്ത് കളയാം. ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഇഷ്ടമില്ല ആ പറഞ്ഞ കാര്യങ്ങളെങ്കിൽ ഞാൻ അതിന് മറുപടി കൊടുക്കാൻ നിൽക്കില്ല. കാരണം എന്താ, എന്തിനാ കൊടുത്തിട്ട് എന്താ കാര്യം? നമ്മുടെ ഇഷ്ടമില്ലായ്മ നമ്മൾ ആ ഭാഗം തിരിഞ്ഞു വെക്കാതിരിക്കുക. അല്ലാതെ അതിന് മറുപടി കൊടുത്ത് പിന്നെ അതിന് കൊടുത്ത് അത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, വലിച്ചു നീട്ടി, അത് അതിന്റെ ആവശ്യമില്ല, നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യുക. കുക്കിംഗ് ഇഷ്ടമുള്ളവർ നല്ല പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കുക. പിന്നെ വെറുതെ ഇരിക്കുന്ന സമയം കുറേ ആർട്ടിക്കിൾസ് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ട്, അതൊക്കെ വായിക്കാൻ ശ്രമിക്കുക. കുറേ നല്ല കഥകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ വായിക്കുക. പാട്ട് കേൾക്കുക, പിന്നെ എന്താ പറയുക, ജപിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ നോക്കുക. ഈ അയൽക്കൂട്ടം മറ്റേ കുറെ കൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ പോയിട്ട് ഇങ്ങനെ കുറെ പരാതികളും പരിഭവങ്ങളും കുറ്റപ്പെടുത്തലുകളും അസൂയ സംസാരങ്ങൾ ഇതൊന്നൊക്കെ ഒന്ന് പിന്മാറുക. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ്സിനെ കൊണ്ടുവരും. മനസ്സിലാവുന്നുണ്ടോ? ഏത് വീട്ടിലിരുന്നിട്ടാണോ മറ്റുള്ള കുടുംബത്തെക്കുറിച്ചും മറ്റുള്ള വ്യക്തിയെക്കുറിച്ചും മോശമായി ഉള്ള ഒരു ഡിസ്കഷൻ പോകുന്നത്, ആ വീട് നശിച്ചു പോകും. അവിടെ ലക്ഷ്മി ദേവി ഇരിക്കില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ, ഭഗവാനും ദേവിയും നമ്മുടെ വീട്ടിലുണ്ടാവണം എന്നാണ്. അങ്ങനെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലിരുന്നിട്ട് ഒരിക്കലും മറ്റു കുടുംബങ്ങളെ കുറിച്ചുള്ള നെഗറ്റീവ് ചർച്ചകൾ പാടില്ല. മറ്റുള്ളവരുടെ ഇങ്ങനെ അസൂയ കുശുമ്പ് നിറഞ്ഞ സംസാരങ്ങൾ പാടില്ല. അതുപോലെ മറ്റു കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ടോപ്പിക്കും എടുക്കാതിരിക്കുക. എപ്പോഴും പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പരസ്പരം കലഹിക്കാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. എന്താ പറയാ, കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. വരും അമ്മ, പക്ഷെ ഞാൻ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ, ഷൂട്ടിലായിരിക്കും. അങ്ങനെയുള്ള ഞാനിപ്പോ ഒന്ന് ഫ്രീ ആവണമെങ്കിൽ എനിക്ക് വേണോ ഈ മാസം കൂടെ ഒന്ന് കഴിയണം. ഒരു 1 മുതൽ 10 തീയതി വരെയൊക്കെ വലിയ ഒരു തിരക്കുണ്ടാവില്ല എന്ന് തോന്നുന്നു. പുതിയ പ്രൊജക്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുണ്ട്, ശരിയായാൽ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ കാരണം നമുക്കൊക്കെ ഇവിടെ ഇങ്ങനെ തിരക്ക് പിടിച്ചൊരു ജീവിതമല്ലേ. രാവിലെ ഒരു 3-3:30 ഒന്ന് കണ്ണ് തുറന്ന് നേരെ കുറച്ചു നേരം ഒന്ന് ഫ്രഷപ്പായി ടെറസിൽ പോയി ധ്യാനം ചെയ്ത് പ്രാർത്ഥിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് രാവിലെ ഓടി വീട്ടിൽ പിന്നെ താഴെ വന്ന് വേഗം ക്ലീനിങ് കാര്യങ്ങൾ, പൂജ, കിച്ചൺ, അത് കഴിഞ്ഞ് പെട്ടെന്ന് കോസ്റ്റ്യൂം എടുത്ത് വെക്കുന്നു, ഓടുന്നു ഷൂട്ടിന്. പിന്നെ അവിടുന്ന് തിരിച്ചു വന്നു കഴിഞ്ഞോ ഒന്ന് കിടന്നാൽ മതിയേ. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് വന്ന് കുറെ ക്ലാസ് എടുക്കും, കുറെ മെസ്സേജ് നോക്കും, കുറെ പാക്ക് ചെയ്യും. അങ്ങനെയുള്ള ഒരു എന്താ പറയാ, അങ്ങനെയുള്ള ഒരു ലൈഫിലാണ് നമ്മളെല്ലാം പോകുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, നന്മയുടെ ഒപ്പം നിൽക്കുക. ആരെക്കുറിച്ചും നമ്മുടെ സ്വന്തം വീട്ടിലിരുന്നിട്ട് ഒരാളെ കുറിച്ചും കുറ്റം പറയാതിരിക്കുക. അവര് നല്ലത് ചെയ്താലും ശരി, തെറ്റ് ചെയ്താലും ശരി, തെറ്റ് ചെയ്തില്ലെങ്കിലും ശരി, അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻസും നമുക്ക് വേണ്ട.
പരദൂഷണോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു അങ്ങനെയുള്ള ഒരു ടോപ്പിക്കും നമ്മുടെ വീട്ടിൽ വേണ്ട. കാരണം നമ്മുടെ വീട്ടിൽ ഭഗവാനെ കുറിച്ചും ദേവിയെ കുറിച്ചും നമ്മളുടെ നാളത്തെ മുന്നോട്ട് എങ്ങനെ പോകാം എന്നുള്ള ഒരു ഇതില് സംസാരിക്കാം. ഓക്കെ, അമ്മയ്ക്ക് ഓൾവേസ് വെൽക്കം കേട്ടോ. അമ്മയ്ക്ക് അമ്മ വന്നാൽ പിന്നെ അമ്മയ്ക്ക് വട്ടായിപ്പോ, ഈ കുട്ടി ഒരു നേരം ഇവിടെ ഇരിക്കില്ല എന്നായിപ്പോ. പിന്നെ അമ്മയുടെ ചീത്തയും കൂടെ ഞാൻ കേൾക്കണം, എങ്കിലും അമ്മ വരൂ കേട്ടോ. ചെറിയ സ്ഥലമാണ്, കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്ത് അതെ ഉണ്ടാക്കാം നമുക്ക്. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഒരു ചെറിയൊരു യാത്രയൊക്കെ പോവാം വീണ്ടും പഴയതുപോലെ. ഞാനും ഈ ഷൂട്ടിൻ്റെ ഒരു ബിസി ഷെഡ്യൂൾ ഒന്ന് കഴിയട്ടെ, എന്നിട്ടൊരു യാത്രയൊക്കെ പോവാം നമുക്ക് കുഞ്ഞു സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? ആണോ അല്ലേ? ബിന്ദുമ്മേ, ഇയാള് ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് മെല്ലെ എണീറ്റ് കിച്ചണിലേക്ക് പോയി കളയും. ഇവിടെ ക്ലാസ് എടുക്കാനേ വന്നോളൂ. എന്താണ് പരിപാടി? എത്ര എണ്ണം? ഇതാണോ 2 എണ്ണം? എന്തിനാ 5 എണ്ണം? കൊളസ്ട്രോൾ വരുത്താനോ? 3 എണ്ണത്തിൽ കൂടുതൽ വേണ്ട കേട്ടാ. പപ്പടം വറുത്ത് തിന്നാൻ 3. എത്ര എണ്ണമെന്നറിയോ? 2 എണ്ണം. വെറും 2 എണ്ണം. സൂപ്പർ മാതാജി ഭഗവാന്റെ കാരുണ്യം അങ്ങനെ പോണു. അപ്പോൾ നമ്മള് ഏതാണ് എടുത്തത്? നമ്മൾ പോവാം, നമുക്ക് എവിടെയെങ്കിലും പോവാം. എൻ്റെ സാലറി ഒക്കെ തരട്ടെ, എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോവാം. തീർച്ചയായിട്ടും പോവാം. ഓക്കെ, ഏതാണ് നമ്മൾ ലാസ്റ്റ് എടുത്തത്? ദേവി മഹാത്മ്യത്തിൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വരൂ എല്ലാരും വരൂ. ഇന്നലെ ഞാൻ ഉറങ്ങാൻ കിടന്ന ബെഡ്, ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ ഒരു നമ്മുടെ ഈ മെഷർമെന്റ് ഫ്ലാസ്ക് ഇല്ലേ, അതിൽ വെള്ളം കൊണ്ടുപോകും. അപ്പോൾ ബിന്ദമ്മ എന്ത് ചെയ്തു എന്നറിയോ? വന്നിട്ട് നേരെ വരൂ, എല്ലാരും വരും. വന്നിട്ട് ഓളും ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞൊരു കുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ദിവാൻ കോട്ട് സൈസിലൊരു ബെഡ്, അതിന്റെ മേളിലൊരു ചെറിയ ബെഡും കൂടി ഇട്ടിട്ടുണ്ട്. ആളതിൽ കൊണ്ടുപോയി ഫ്ലാസ്ക് വെച്ചു. എന്നിട്ട് ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. ഫ്ലാസ്കിലെ വെള്ളം കൊണ്ടുപോയി അതിന്റെ മേളിൽ ഒഴിച്ചു. ഞാൻ വന്ന് കിടന്നു. അപ്പൊ ഈ ബെഡ് എടുത്തിട്ട് റൂമിലിടും. ഞാൻ താഴെ റൂമിലിട്ടിട്ടാണ് ഞാൻ കിടക്കാറ്. ഞാൻ നോക്കുമ്പോഴേ, കാരണം എനിക്ക് കട്ടിൽ കിടക്കുന്നതിനോട് ഒരു വലിയൊരു താല്പര്യമില്ല, കാരണം കഴുത്ത് വേദനയൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ അത് അങ്ങനെ കിടക്കാറില്ല. അപ്പൊ ഞാൻ താഴെ ബെഡ് ഇട്ടിട്ട് ഇങ്ങനെ കിടക്കും. കുറച്ചിങ്ങനെ ഒരു രാത്രി ഒരു 2 മണിയൊക്കെ ഉണ്ടാവൂലേ, ഞാൻ നോക്കുമ്പോ എന്റെ നൈറ്റിയൊക്കെ ഫുൾ നനഞ്ഞു വരുന്നു. ചാടി എണീറ്റ് എന്തെന്താ എന്റെ നൈറ്റിയൊക്കെ നനഞ്ഞു വരുന്നു ഈശ്വര. അപ്പൊ ഞാൻ ചാടി എണീറ്റിട്ട് നോക്കുമ്പോണ്ട് ബെഡ് ഫുള്ളും വെള്ളം. അയ്യോ, ഇത് എവിടുന്ന് വന്നു ഈ വെള്ളം എന്നാ? അപ്പൊ ഞാൻ മനസ്സിൽ ആദ്യം ആലോചിച്ച് എന്താ അറിയോ, AC-യുടെ പൈപ്പ് നമ്മൾ പുറത്തിടുമല്ലോ, പുറത്തിട്ടിട്ട് ഞങ്ങൾക്ക് ഇത് കോറിഡോറിലായതുകൊണ്ട് നമ്മുടെ വാട്ടർ ക്യാൻ ഇല്ലേ, വലിയ വാട്ടർ ക്യാൻ, അതിന്റെ അകത്ത് പൈപ്പ് ഇട്ട് വെക്കുക ചെയ്യാറ്. അപ്പൊ അത് നിറഞ്ഞിട്ട് ഇനി വെള്ളം ഇൻഡോറിലൂടെ അകത്തേക്ക് എടുക്കാണെന്നൊക്കെ ഞാൻ ഒരു സെക്കൻഡോടെ എന്തൊക്കെയോ ചിന്തിച്ചുകൂട്ടി. ലൈറ്റ് ഇട്ടപ്പം അതൊന്നും അല്ല സംഭവം. ബിന്ദമ്മയെ വിളിച്ചു, ബിന്ദമ്മ ഇതെന്താ അത്രയും വെള്ളം എവിടെയെന്ന് ചോദിച്ചാൽ, ഷോ എന്റെ അമ്പിളിക്കുട്ടാ, ഞാനേ എന്നോട് ആ ഫ്ലാസ്കിൽ വെള്ളം നിറഞ്ഞു പോയതാ 2 മണിക്ക്. പിന്നെ നൈറ്റി മാറി, ബെഡ് മാറി, ഷീറ്റ് മാറി. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക അവസ്ഥ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും വരാം. പിന്നെ ഇന്ന് ഞാനും ചേച്ചിയും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആളെ കാണാനില്ല. ആളെവിടെയെന്ന് പറയാം, അപ്പുറത്തെ വീട്ടിലെ പറമ്പിലെ വിറക് പുരയുടെ മുകളിൽ നമ്മുടെ ടെറസേന്നൊക്കെ ചാടി ഇറങ്ങിയിട്ട് മാങ്ങ പെറുക്കാൻ പോയിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്രൂപ്പിലിട്ടതാ. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കായാലും വരാം. ഞാനുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാം. അത്രയൊക്കെ ഉള്ളൂ. ഇനി 3-ാമത്തെ അധ്യായം അല്ലേ. ഒരു 1 BHK ഫ്ലാറ്റ് ആണ്. കുക്ക് ചെയ്ത് കഴിച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കാം. അത്രേ ഉള്ളൂ. സാധനങ്ങളെല്ലാം ഉണ്ടാവും. എല്ലാം കേരളീയ ഫുഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ സംഭവം ഇവിടെ ഉണ്ടാവും. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അപ്പുറത്തെ ചേച്ചിമാരുണ്ടാവും. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോ അത് ഓണാക്കിയില്ല. കടവുളേ നാരായണ. ബിന്ദമ്മയുടെ കാര്യം ചെറിയ കാര്യമല്ല, കുറച്ച് വലിയ കാര്യമാണ് മക്കളെ. അപ്പൊ 3-ാമത്തെ അധ്യായമാണല്ലേ. എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി വെക്കും. സമയം ഞാൻ എൻ്റെ പെട്ടിയും പ്രമാണമായിട്ട് ഓടും ഞാൻ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ്. വരണ്ടവര് വരൂ.
ഇനി 3-ാം അധ്യായം എടുക്കണം അല്ലേ? ക്ലാസ്സിലാണെന്ന് പറയൂ. 3-ാമത്തെ അധ്യായം എടുക്കട്ടെ കേട്ടോ. 3-ാമത്തെ അധ്യായം. ഓക്കെ, കിട്ടി. അപ്പം എനിക്ക് കുക്ക് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെയാ ഇഷ്ടം എന്നറിയോ? പരിപ്പും മുരിങ്ങയുടെ ഇലയും കറി വെച്ചത്, പിന്നെ ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തി, പിന്നെ പപ്പടം നിർബന്ധം. പപ്പടം, അച്ചാറ്, തൈര്, ഇത് വിട്ടിട്ട് ഒരു കളിയില്ല, കോംപ്രമൈസ് ഇല്ല. പപ്പടം, അച്ചാറ്, തൈര് അല്ലെങ്കിൽ മോര്. അച്ചാറ്, കണ്ണിമാങ്ങ അച്ചാറ് നിർബന്ധം. തൈര്, പരിപ്പ് കറിയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ സാമ്പാർ, വറുത്തരച്ചത്, അവിയലൊന്നും ഇഷ്ടമല്ല, അതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഉരുളക്കിഴങ്ങ് വറുത്തരച്ചത്, ഇതൊക്കെയാണ് തൽക്കാലം നമുക്കിഷ്ടമുള്ളത്. ഇതൊക്കെ ഞാൻ ഡെയിലി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പിന്നെ തക്കാളി മുളകിട്ട് വെച്ചത്, വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തത്, വഴുതിനിങ്ങ ഫ്രൈ ചെയ്തത്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈസി തട്ടിക്കൂട്ടലുകൾ ഇവിടെ. ഓക്കെ. ഓ, എന്നെ കൊതിപ്പിക്കാതെ. ഞാൻ വണ്ണം വെച്ച് വന്നാൽ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പം 3-ാം അധ്യായത്തിലേക്ക് പോവാം നമുക്ക്. ദേവി മഹാത്മ്യം, അമ്മയുടെ കാരുണ്യം, നമ്മുടെ കുറേ കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരുപോലെയാണ്. വലിയവരും ഇല്ല, ചെറിയവരും ഇല്ല, ഉള്ളവരും ഇല്ല, ഇല്ലാത്തവരും ഇല്ല. നമ്മൾ ഒരേ മനസ്സോടെയാണ് മഞ്ജരീസിൽ പോകുന്നത്. എല്ലാവർക്കും മഞ്ജരീസിലേക്ക് സ്വാഗതമുണ്ട്. ആർക്കും മഞ്ജരീസിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു അവഗണനയും ഇല്ല. എല്ലാവരെയും മഞ്ജരീസ് ചേർത്ത് പിടിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ അമ്മയുടെ കാരുണ്യം കൊണ്ട് 3-ാമത്തെ അധ്യായത്തിലേക്ക് പോവാണ്. കേട്ടോളൂ കേട്ടോ. ധ്യാനമാണ് ആദ്യത്തത്. ഉദ്യത് ഭാനു സഹസ്രകാന്തി മരുണക്ഷമവും ശിരോമാലികം രക്താൽപിത പയോധാരാം ജപവടീം വിദ്യാമഭീതീം വരം ഹസ്താവൈ ജൈർദദീം ത്രിനേത്ര വിലസത് വക്രധാരാവിന്ദശ്രിയം ദേവീം ബന്ധഹിമാശുതരത്നമകുടാം വന്ദേ രവിന്ദസ്ഥിതാം. ഞാൻ വരാം. പരിപ്പൊരു കാര്യം വരാന്ന് പറഞ്ഞത് ഞാൻ വരും. അമ്പലത്തിലെ സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇരുന്ന് തിന്നു. അപ്പോൾ എന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ധ്യാനത്തിന്റെ അർത്ഥം 1000 ഉദയസൂര്യന്മാരുടെ കാന്തിയുള്ളവളും ചുവന്ന പട്ട് ധരിച്ചവളും ശിരസ്സുകൾ കോർത്ത മാലയണിഞ്ഞവളും രക്തം പുരണ്ട സ്തനങ്ങളോട് കൂടിയുള്ളവളും കൈകളിൽ ജപവടി, പുസ്തകം, അഭയം, വരദം ഇവ ധരിച്ചവളും 3 കണ്ണുകളാൽ ശോഭിക്കുന്ന മുഖത്തോടു കൂടിയുള്ളവളും മുകുടത്തിൽ ചന്ദ്രക്കലയുള്ളവളും താമരയിൽ ഇരിക്കുന്നവളുമായിരിക്കുന്ന ദേവിയെ ഞാൻ വന്ദിക്കുന്നു. അമ്മയുടെ ആ ഒരു ഇരിക്കുന്ന ആ ഒരു രൂപത്തെയാണ് പറയുന്നത്. 1000 ഉദയസൂര്യന്മാരുടെ കാന്തിയാണ് അമ്മയ്ക്ക്. 1000 ഉദയസൂര്യന്മാരുടെ ഭംഗിയാണ് അമ്മയ്ക്കുള്ളത്. മനസ്സിലായില്ല? അതിലേറെ ഭംഗിയുണ്ട്, പക്ഷെ നമുക്ക് വാക്കുകൾ കൊണ്ട് ഇത്രയൊക്കെ പറയാൻ പറ്റൂ. ചുവന്ന പട്ടാണ് അമ്മ ധരിച്ചിരിക്കുന്നത്. ശിരസ്സുകൾ കോർത്തൊരു മാല ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടില്ലേ? ദേവിയുടെ കഴുത്തിൽ ഇങ്ങനെ തലയോട്ടി കോർത്തൊരു മാല, അതാണ് ശിരസ് കോർത്ത മാല എന്ന് പറയുന്നത്. രക്തമാണെങ്കിലോ രക്തം പുരണ്ട സ്തനം, അതാണ് അമ്മയുടെ സ്തനം. മാരടെന്ന് പറഞ്ഞാല് രക്തം പുരണ്ട സ്തനമാണ് അമ്മയ്ക്ക്. കൈകളിൽ എന്തുണ്ട്? ജപവടിയുണ്ട്, പുസ്തകമുണ്ട്, അഭയമുണ്ട്, ഭരതമുണ്ട്. ഇതൊക്കെ അമ്മയ്ക്കുണ്ട്. 3 കണ്ണുകളാൽ ശോഭിതമാണ് അമ്മയുടെ മുഖം. അമ്മയുടെ മുഖത്ത് നല്ല 3 കണ്ണുകളാൽ ആ മുഖം വളരെ മനോഹരമായി ശോഭിച്ചിരിക്കുകയാണ്. മുകുടത്തിൽ ചന്ദ്രക്കലയുണ്ട് അമ്മയ്ക്ക്. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള അമ്മ താമരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഋഷിരുവാച, ഋഷി പറഞ്ഞു, നിഹന്യാമം മാനം തസ്നൈ മവലോക്യ മഹാസുര സേനാനി ചിക്ഷുര കോപാധ്യയൗ ദ്യോതുമദാംബികാം. അപ്പോ സേനകളെല്ലാം കൊല്ലപ്പെടുന്നത് കൊണ്ട് ദേഷ്യം വന്നിരിക്കുകയാണ് ആർക്ക്? ചിക്ഷുരന്. ആ അസുരന്റെ കൂടെയുള്ള സേനകളെല്ലാം എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ അസുരന് ഭയങ്കര ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അസുര സേനാനി ദേവിയോട് യുദ്ധം ചെയ്യാൻ പോയി. ഈ അസുരന്മാർക്കൊരു സേനാധിപൻ ഉണ്ടാവുമല്ലോ, അയാൾ എന്ത് ചെയ്തു? നേരെ അമ്മയോട് യുദ്ധം ചെയ്യാൻ പോവാണ്. കാരണം സേനകളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സദേവീം ശരവർഷേണ വവർഷസമേരസുര യഥാമേരുഗിരേ ശൃംഖം തോയോ വർഷേണ തോയഥ എന്ന് വെച്ചാല്, മേരുപർവ്വതത്തിന്റെ മുകളില് മേഘം ഇങ്ങനെ മഴയായിട്ട് പെയ്യുന്നത് പോലെയാണ് അസുരന്മാര് ദേവിയുടെ മുകളിലേക്ക് എന്തിടുന്നത്, ദേവിയുടെ ദേഹത്തേക്ക് എന്തിടുന്നത്? ബാണങ്ങൾ അയക്കുന്നത്.
മേരുപർവ്വതത്തിന്റെ മുകളിൽ മഴ പെയ്യുമ്പോൾ സ്പീഡായിട്ട് പെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അതേപോലെ അമ്മയുടെ മേലേക്ക് ഈ അസുരന്മാര് ബാണങ്ങൾ ഇങ്ങനെ തുരുതുരാ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തസ്യച്വിത്ത തഥോ ദേവി ലീലയൈവ ക്ഷരോത്കരാൻ ജഗാനത്തുരഘാൻ ബാണൈരാന്താരം ചൈവ വാജിനാം. ദേവി ലീലയാൽ എന്ന പോലെ, അമ്മയ്ക്കൊരു തമാശ രൂപത്തിലാണിത്. ഇത്രയും ബാണങ്ങൾ ഇങ്ങനെ വന്നത് അമ്മയ്ക്കൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. ആ തമാശ പോലെ അമ്മ എന്താ ചെയ്യുന്നത്, ആ ബാണങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ മുറിച്ചിടുകയാണ്. അമ്മയ്ക്ക് അതൊരു വിഷയമേ അല്ല. അമ്മ അതിങ്ങനെ മുറിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കാണ്. എന്നിട്ടോ ഈ വരുന്ന ആൾക്കാരുടെ കുതിരകളെയും തേരാളിയെയും എല്ലാം അമ്മ ഇങ്ങനെ ചടപട കൊന്നുകൊണ്ടിരിക്കുകയാണ്. ചിച്ഛേദച്ഛധനു സദ്യോദ്വജം ജാതി സമുച്ഛ്രിതം വിവിദ്യാ ചൈവ ഗാത്രേഷു ചിഹ്നദ്വധാനാമാശേഖ എന്ന് വെച്ചാല് ദേവി പെട്ടെന്ന് തന്നെ ബാണങ്ങൾ കൊണ്ട് അവന്റെ വില്ലും ഉന്നതമായിരിക്കുന്ന കൊടിമരവും ഒക്കെ മുറിച്ചു കളയാണ്. അവരയക്കുന്ന എന്ത് ആയുധങ്ങൾ ഉണ്ടെങ്കിലും അമ്മയുടെ കയ്യിൽ എന്താ പറയുക, ഒരു കടുകുമണിയേക്കാൾ നിസ്സാരമാണ് ഇതൊക്കെ. എന്നിട്ടോ ഈ ആയുധങ്ങളെല്ലാം എടുത്തിട്ട് അമ്മ ആ അയക്കുന്നവന്റെ ശരീരം തന്നെ മുറിച്ചു കളയാണ്. അത്രയും നിസ്സാരമായിട്ടാണ് ഈ കോടാനുകോടി സൈന്യങ്ങളെ അമ്മ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമ്മ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സച്ചിന്നധ്വനാവിരഥോ ഹതാശോ ഹതസാരഥി അഭ്യാധാവധാതാം ദേവി ഗഡ്ഡചർമ്മധരോസുര എന്ന് വെച്ചാല് ഈ രീതിയില് വില്ലും അമ്പും ഒക്കെ രഥവും എല്ലാം അമ്മ ഇങ്ങനെ മുറിച്ച് രഥവും എല്ലാം ഇല്ലാതാക്കിയിട്ട് കുതിരകളെയും സാരഥിയെയും എല്ലാം കൊന്നപ്പോ ആ അസുരൻ എന്ത് ചെയ്തു, വാളും പരിചയം എടുത്തിട്ട് ദേവിയുടെ നേരേക്ക് ഓടുകയാണ്. അസുരൻ അയക്കുന്ന എല്ലാ വസ്തുക്കളെയും അമ്മ ഇങ്ങനെ ഇല്ലായ്മ ചെയ്തപ്പോ അസുരന് കൂടുതൽ ദേഷ്യം വന്നു. അപ്പൊ അസുരൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ വാളും പരിചയം എടുത്തുകൊണ്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് ഓടി. സിംഹമാഹത്യ ഗഡ്ഗേന തീക്ഷ്ണധാരണേ മൂർധനി ആജഗാനഭുജേ സവ്യേ ദേവീമ ഭഗവാൻ. അതിവേഗത്തിലാണ് ചക്ഷുരൻ അമ്മയുടെ നേരേക്ക് ഓടി വരുന്നത്. മൂർച്ചയുള്ള ഒരു വാളെടുത്തിട്ട് ദേവിയുടെ വാഹനമായിരിക്കുന്ന സിംഹത്തിന്റെ തലയിൽ ഒരൊറ്റ വെട്ടാണ് ആ അസുരൻ ചെയ്തത്. ദേവിയുടെ ഇടത് കൈയിലും വെട്ടിക്കളഞ്ഞു ഈ അസുരൻ. ചക്ഷുരൻ എന്ത് ചെയ്തു, സിംഹത്തിന്റെ തലയിലും വെട്ടി, ദേവിയുടെ ഇടത് കൈയിലും വെട്ടി. തസ്യാ ഗഡ്ഗോഭുജം പ്രാപ്യ പഫാല നൃപനന്ദന തതോ ജഗ്രാഹശൂലം സ കോപധാരുണാലോചന. ആ അസുരന്റെ വാള് ദേവിയുടെ കയ്യിൽ തട്ടിയിട്ട് അങ്ങോട്ട് ഒടിഞ്ഞു പോയി എന്നുള്ളതാണ്. അയാൾ അത്രയും വലിയ വാളും കൊണ്ടാ വരുന്നത്. പക്ഷെ ദേവിയുടെ കയ്യിൽ തട്ടിയപ്പം ആ അസുരന്റെ വാളെ അങ്ങോട്ട് ഒടിഞ്ഞു പോയി. അത് കണ്ടിട്ട് ഈ അസുരന്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ ചുമന്ന് തുടുത്ത് ഭയങ്കര ദേഷ്യത്തോടെ അസുരൻ എന്ത് ചെയ്ത്, വാൾ എന്തായാലും ഒടിഞ്ഞു പോയി. ശൂലം ഇങ്ങെടുത്തിട്ട് ദേവിയുടെ നേർക്കോടി. ചിക്ഷേപച്ച തദസത്തുതു ഭദ്രകാളിം മഹാസുര ജാജ്വലം മാന്യാം തേജോബി രവി ബിംബമിംബാമരേത് എന്ന് വെച്ചാല് ആ അസുരൻ എന്നിട്ട് ഈ ശൂലം എടുത്തോണ്ട് ആകാശത്തിലേക്ക് അങ്ങോട്ട് ചാടി കുതിച്ച് പൊങ്ങി സൂര്യബിംബം പോലെ ജ്വലിച്ചു നിൽക്കണ ആര്, അമ്മ. ഭദ്രകാളി രൂപത്തിൽ അമ്മ സൂര്യബിംബം പോലെ ജ്വലിച്ചു നിൽക്കാണ്. ആ ജ്വലിക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് ഈ അസുരൻ ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയിട്ട് ആ ശൂലം എറിയാണ് ദേവിയുടെ മുഖത്തേക്ക്. ഓക്കെ. ദൃഷ്ടാധതാ പദശൂലം ദേവീ ശൂലമമുഞ്ചത തേന തച്ഛദനാദീതം ശൂലം സ ചഹമഹാസുര. അങ്ങനെ ഭഗവാന് പൂജ ചെയ്യാനും ഹാരിടാനും ഞാൻ മറക്കൂ. ഹാരം വരാത്തോണ്ടാണ്. ഭഗവാന്റെ കാര്യത്തിൽ മറവിയില്ല. ഓക്കെ. അത് ഞാൻ കഴിക്കുന്നതിന് മുൻപേ ഭഗവാന് കൊടുത്തിട്ടേ ഞാൻ കഴിക്കൂ. ഇവിടെ ഭഗവാന്റെ കാര്യം ഒന്നും മറക്കില്ല. അപ്പോ അത് കണ്ടിട്ട് ദേവി എന്താ ചെയ്യുന്നത്, ദേവിയും ശൂലം എടുക്കാണ്. ആ ശൂലത്താൽ അസുരന്റെ ശൂലം 100 കഷ്ണങ്ങളായി പോയി. അസുരൻ വലിയൊരു ശൂലം എടുത്തിട്ട് എറിഞ്ഞപ്പോഴത്തേക്കും ദേവി മറ്റൊരു ശൂലം എടുത്തപ്പോഴത്തേക്കും ദേവിയുടെ ശൂലം കൊണ്ട് അസുരന്റെ ശൂലം അങ്ങോട്ടേക്ക് 100 കഷ്ണങ്ങളായിട്ട് ഒന്നുമില്ലാത്ത പോലെ ആയിപ്പോയി. ഹതേ തസ്മിൻ മഹാവീര്യ മഹിഷസ്യ ചമോപതൗ ആജഗാമ ഗജാരൂഢ ചാമര സ്ത്രീ ദദാർശന. മഹിഷാസുരന്റെ മഹാവീരനായിരിക്കുന്ന ആ സേനാപതി
മരിച്ചു. മഹിഷാസുരന്റെ അല്ല, ഞാൻ മാതാജിയുടെ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ, ദേഷ്യത്തിലൊന്നും പറഞ്ഞല്ല, ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞതാണ്. ഒന്നും മറക്കില്ല, ഭഗവാന്റെ കാര്യങ്ങളൊന്നും മറക്കില്ല. മാല എത്തിയിട്ടില്ല. അപ്പോ മഹിഷാസുരന്റെ മഹാവീരനായിരിക്കുന്ന ആ സേനാപതി കൊല്ലപ്പെട്ടപ്പോ ചാമരൻ എന്ന് പറയുന്ന അടുത്ത അസുരൻ ആനയുടെ പുറത്ത് കയറി വരികയാണ് ദേവിയോട് യുദ്ധം ചെയ്യാൻ. മഹിഷാസുരന്റെ സേനാധിപതി കൊല്ലപ്പെട്ടു. അപ്പൊ ചാമരൻ എന്ന് പറയുന്ന അസുരൻ എന്ത് ചെയ്ത്, ചാടി കേറി ഒരു ആനയുടെ പുറത്ത്, എന്നിട്ട് ദേവിയോട് യുദ്ധം ചെയ്യാൻ വന്നു. സ്വബിം ശക്തിം മുമോച്ഛാദ ദേവ്യാസ്തമംബികാം ധൃതം ഹുങ്കാരബിഹദാം ഭൂമൗ പാദയാമസ്സ നിഷ്പ്രഭാം. അവനും എന്താ ചെയ്യുന്നത്, ആ അസുരൻ അംബികയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആദ്യം എടുത്തിട്ട് ഒരു വേലെടുത്ത് എറിയാണ്. അമ്മയുടെ നേരേക്ക് ഒരു വേലെടുത്തെറിഞ്ഞു. ദേവി അപ്പോ ഒരു ഹുങ്കാര ശബ്ദം ഉണ്ടാക്കി. എന്നിട്ടോ വേഗത്തിൽ ആ വേലിനെ ഒന്നുമല്ലാത്ത രീതിയിലാക്കിയിട്ട് ഭൂമിയിലേക്ക് ഇട്ടേച്ചു. അമ്മയ്ക്ക് അതും ഒരു വിഷയമല്ല, ഒരു റബ്ബർ പന്ത് പോലെ അമ്മ ഇങ്ങോട്ട് എടുത്ത് താഴെ ഇട്ടേച്ചു. അതും അമ്മയുടെ മുമ്പിൽ തീർന്നു. ഭഗ്നാം ശക്തിം നിബദിതാം ദൃഷ്ട ക്രോധ സമന്വിത ചിക്ഷേപ ചാമരശൂലം ബാണൈസ്തദപ്ദതി സാന്നിച്ച്. വേലൊടിഞ്ഞു പോയപ്പോ ദേഷ്യം വന്ന ചാമരൻ എന്ന് പറയുന്ന അസുരൻ എന്ത് ചെയ്ത്, ഒരു ശൂലം എടുത്തിട്ട് ദേവിയുടെ നേരെ എറിഞ്ഞു. ദേവി എന്ത് ചെയ്തു, ആ ശൂലത്തെയും വരുന്ന ബാണത്തെയൊക്കെ കൈകൊണ്ട് അങ്ങ് തട്ടി മാറ്റി താഴെ ഇട്ടേച്ചു. അമ്മയ്ക്ക് അതും ഒരു വിഷയമല്ല. തതസിംഹാസമുത്യഭ്യ ഗജ കുംഭാന്തരസ്ഥിത ബാഹുയുദ്ധേന യുവിതേ തേനോശ്ചൈത്രിദശാരിണ. പിന്നീട് സിംഹം എന്ത് ചെയ്ത്, ദേവിയുടെ വാഹനമായ സിംഹം ആനയുടെ, അതായത് ഈ അസുരന്റെ വാഹനം ആനയാണല്ലോ, ഈ ആനയുടെ തലയിൽ അങ്ങോട്ട് ചാടി ഇരുന്നിട്ട് അസുരനുമായിട്ട് ഒരു വലിയ ബാഹുയുദ്ധം തന്നെ അങ്ങ് നടത്തി. ഈ സിംഹം വിട്ടുകൊടുത്തില്ല. സിംഹം നേരെ ചാടി അസുരന്റെ വാഹനമായ ആനയുടെ തലയിൽ അങ്ങ് കയറി ഇരുന്നിട്ട് വലിയൊരു യുദ്ധം അങ്ങ് സിംഹം നടത്തി. യുദ്ധം മാന്യൗ തതസ്തൗതു തസ്മാനാഗമീം തദൗ യുയുദ്ധാധേതി സ്തംഭം ദ പ്രഹാരൈധിദാരുണൈ. എന്ന് വെച്ചാല് ഈ മൽപിടുത്തത്തിന്റെ ഇടയില്, ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഈ യുദ്ധത്തിന്റെ ഇടയില് സിംഹവും അസുരനും കൂടെ ആന പുറത്ത് നിന്ന് താഴെ വീണു. സിംഹവും അസുരനും കൂടെ ആനയുടെ പുറത്തുനിന്ന് താഴേക്ക് വീണു. കാരണം ഇയാൾ ആനപ്പുറത്താണല്ലോ ഇരിക്കുന്നത്. അപ്പൊ സിംഹവും ചാടി ആനപ്പുറത്ത് കയറി ഇരുന്നിട്ടാണ് ഇയാളോട് യുദ്ധം ചെയ്യുന്നത്. ഈ പരസ്പരമുള്ള മൽപിടുത്തത്തിന്റെ ഇടയില് സിംഹവും ആന എന്ത് ചെയ്തു, ആനയുടെ പുറത്തുനിന്ന് താഴേക്ക് വീണു. ഇങ്ങോട്ടും, അപ്പൊ കൈകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചും കൂത്തിയും ബഹളം കൂട്ടിയും ഭയങ്കര യുദ്ധം നടക്കാണ്. അങ്ങനെ ആ യുദ്ധം ഇങ്ങനെ തുടർന്ന് പോവാ. തഥോ വേഗാദ്ഗമുപത്യാനിബദ്ധ്യാച മൃഗാരിണ കരപ്രഹാരേണ ശിരശ്ചാമരസ്യ പൃഥകൃതം. അതിന്റെ ഇടയില് സിംഹം എന്ത് ചെയ്തു, മേലോട്ട് ചാടി താഴേക്ക് ചാടിയിട്ട് കൈകൊണ്ട് ചാമരന്റെ തലയ്ക്ക് ഒരു ഒറ്റ അടി അടിച്ചിട്ട് അങ്ങോട്ട് വേർപെടുത്തി കളഞ്ഞു. സിംഹം ആ ചാമരൻ എന്ന് പറയുന്ന അസുരന്റെ തല അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. ഉദഗ്രച്ഛാഗൈർനദേവ്യോ ശിലാവൃക്ഷാദിബിർഹദ ദന്തമുഷ്ടി തലൈചൈവ കരാളശ്ച നിബാധിത. ഉഗ്രതൻ എന്ന് പറയുന്ന ഒരു അസുരനെ ദേവിയുടെ ഭൂതഗണങ്ങൾ എല്ലാരും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു, പാറക്കല്ലും മരവും കൊണ്ടൊക്കെ അടിച്ചങ്ങോട്ട് കൊന്നുകളഞ്ഞു. കരാളനെയും പല്ലുകൊണ്ട് ഇങ്ങനെ കടിച്ചെടുത്ത് മുഷ്ടി കൊണ്ട് ചുരുട്ടി എല്ലാം കൂടെ ഇടിച്ച് താഴെ ഇട്ട്. ദേവീ ക്രുദ്ധ ഗദാപൈതൈശ്ചൂർണ യാമസ ചോദതം ബാഷ്കളം ദിന്ദിപാലേന ബാണൈസ്താമ്രം തദാസ്തകം. ദേവിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഉദ്ധതൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഗത കൊണ്ട് അടിച്ച് ചതച്ചിട്ട് ബാഷ്കളൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്, അയാളെയും താമ്രൻ, അന്തകൻ എന്ന് പറയുന്ന അസുരന്മാരെയൊക്കെ അമ്പ ചെയ്തിട്ടൊക്കെ ദേവി അങ്ങോട്ടും ഇങ്ങോട്ടും, അതെ അമ്മ പറഞ്ഞതുപോലെ ചാമരനും പോയി, ഉദ്ധതനും പോയി, എന്താ പറയാ നമ്മുടെ താമ്രനും പോയി, അന്തകനും പോയി, എല്ലാരെയും ദേവി തീർത്തു കളഞ്ഞു. ഉഗ്രാസ്യമുഗ്രവീര്യം ച തദൈവ ച മഹാഹനും ത്രിനേത്രാച ത്രിശൂലേന ചഗാന പരമേശ്വരി. 3 കണ്ണുകളുള്ള ത്രിനേത്രാച എന്ന് പറഞ്ഞാൽ ത്രിനേത്രങ്ങൾ, 3 കണ്ണുകളുള്ള ദേവി ത്രിശൂലം കൊണ്ട് കുത്തിയിട്ട് ഉഗ്രാസ്യനെയും ഉഗ്രവീരനെയും മഹാഹനുവിനെയും ഒക്കെ കൊന്നുകളഞ്ഞു.
ഈ ലൈവിൽ വന്നിരിക്കുന്നവരൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. കാരണം എന്താ അറിയോ, ഈ ലൈവിൽ വന്നിട്ട് നിങ്ങൾ ദേവി മഹാത്മ്യം കേൾക്കുന്നില്ലേ? നമ്മൾ റെക്കോർഡഡ് ലൈവ് കേൾക്കുന്നത് വേറെ കാര്യം, പക്ഷെ ഇങ്ങനെ നേരിട്ട് കേൾക്കുന്നില്ലേ, അതൊരു വലിയ ഭാഗ്യം ചെയ്ത കാര്യമാണ്. അവിടെ എന്താ, അവിടെ ഒന്നുമില്ല, അവിടെ നിന്നാ മതി. അവിടെ പോണൊക്കെ എന്തിനാന്ന് എനിക്കറിയാം. ഇവിടെ നിന്നാ മതി, എൻ്റെ കൺവട്ടത്തുനിന്ന് മാറണ്ട, ഇവിടെ നിന്നാ മതി. ഉച്ചയ്ക്ക് അപ്പുറത്തെ വീട്ടില് പെരപ്പുറത്തായിരുന്നു, മാങ്ങ പറിക്കാൻ കയറി ഇടിഞ്ഞ് പറഞ്ഞ് വീണെങ്കിൽ കാണായിരുന്നു, മരം കീറി. അവിടക്ക് എവിടേക്കും പോണ്ട. അല്ലേ, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ മെല്ലെ എസ്കേപ്പ് ആണുള്ള പരിപാടിയാ. ഞാനൊന്നും അവിടെ പൊക്കോട്ടേന്ന്, അങ്ങനെ ഇപ്പൊ പോണ്ട, അവിടെ മതി. കൊണ്ടുവിടണോ മൂവാറ്റൊഴിക്ക്? പറയേ, വേണ്ടേ? എന്നാ അടങ്ങി ഒഴിഞ്ഞ അവിടെ നിൽക്ക്. ശരി അമ്മ, ഓക്കെ അമ്മ. അങ്ങനെ അമ്മ കുറെ അസുരന്മാരെ അങ്ങ് കൊന്നുകളയാണ്. ഓരോരോ സെക്കൻഡുകളിലും അമ്മ കോടാനുകോടി അസുരന്മാരെ കൊല്ലാണ്. ബിണ്ഡാലസ്യാസിനാഖായാത് പാദയാമാസ വൈശിര ദുർധരം ദുർമുഖം ചോബൗ. ഓക്കെ, വന്നു. അത് നെറ്റ് ഒന്ന് ഇടയ്ക്ക് ഡിസ്കണക്റ്റ് ആയി, ക്ഷമിക്കണം, കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് പുസ്തകം കയ്യിലുള്ളത് കൊണ്ട് അർത്ഥം മനസ്സിലാവുന്നില്ലേ ഓരോ ലൈൻസിന്റെയും? അങ്ങനെ ദേവി ഇവരെ എല്ലാവരെയും കൊന്നു. വിടാലസ്യാസിനാഖായാത് പാദയാമാസ വൈശിര ദുർധരം ദുർമുഖം ചേബൗ ശരേർ നിന്നേയമക്ഷയം. ദേവി വാളുകൊണ്ട് ബിഡാലന്റെ ശിരസിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി കളഞ്ഞു. ദേവിയുടെ വാളുകൊണ്ട് ബിഡാലൻ എന്ന് പറയുന്ന അസുരന്റെ ശിരസിനെ അങ്ങോട്ടേക്ക് അമ്മ അറുത്ത് കളഞ്ഞു. ദുർധരനെയും ദുർമുഖനെയും അമ്മ എങ്ങനെയാ കൊന്നത്? ബാണങ്ങൾ അയച്ചിട്ടാണ് അമ്മ കൊല്ലുന്നത്. ഏവം സംക്ഷീയമാണേതു സ്വസൈന്യേ മഹിഷാസുര മാഹിഷേണ സ്വരൂപേണ ത്രാസയാമാസതാൻ ഗണാൻ. ഇങ്ങനെ സ്വന്തം സൈന്യങ്ങളെല്ലാം ഇല്ലാതാവുന്നത് കണ്ട മഹിഷാസുരൻ മഹിഷത്തിന്റെ രൂപത്തില് ദേവിയുടെ ഭൂതഗണങ്ങളെല്ലാം പേടിപ്പിക്കാൻ വന്നു. ഒരു മഹിഷത്തിന്റെ രൂപത്തിൽ വന്നിട്ട് ദേവിയുടെ ഭൂതഗണങ്ങളെ എല്ലാം പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹിഷാസുരൻ വരികയാണ്. കാംക്ഷിം തുണ്ടപ്രഹാരേണ ഗുരക്ഷേപൈസ്തഥാപരാൻ ലാംഘൂലാ ധാഡിതാം ചാനന്യാൻ ശൃംഗാഭ്യാം ച വിധാരിതാൻ. വേഗേന കാംചിതപരാൻ നാഥേന ഭ്രമണേന ച നിശ്വാസപവന്നേന്യാനാൻ പാദയാമാസ ഭൂതലേ. ദേവീ ഗണങ്ങളിൽ, അതായത് ദേവിയുടെ കൂടെയുള്ള ഭൂതഗണങ്ങളില് കുറച്ച് ആൾക്കാരെയൊക്കെ മുഖം കൊണ്ട് തട്ടിയും, ഈ മഹിഷത്തിന്റെ രൂപത്തിൽ വന്നിരിക്കുകയാണല്ലോ, അപ്പൊ മുഖം കൊണ്ടൊക്കെ ഇങ്ങനെ തട്ടിയിട്ടും, ചിലരൊക്കെ ഇങ്ങനെ കുളമ്പ് കൊണ്ടൊക്കെ ചവിട്ടിയിട്ട്, കാലിന്റെ കുളമ്പ് കൊണ്ടൊക്കെ ചവിട്ടിയിട്ടും, വേറെ ചില ആൾക്കാരൊക്കെ അതിന്റെ വാലുകൊണ്ടൊക്കെ അടിച്ചിട്ടും, ചിലവരൊക്കെ ഇങ്ങനെ കൊമ്പ് കൊണ്ടൊക്കെ കുത്തിയിട്ടും, പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ മുക്ര ഇടുന്ന ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കിച്ചിട്ടും, ചിലവരൊക്കെ ഇങ്ങനെ ചുറ്റി കറക്കിയിട്ടൊക്കെ ശ്വാസവായു, അതായത് ഇങ്ങനെ എന്ന് പറയും ഇങ്ങനെ ഊതില്ലേ, അങ്ങനെ ഊതിയിട്ടൊക്കെ മഹിഷാസുരൻ ഉപദ്രവിച്ചു. ദേവിയുടെ ഭൂതഗണങ്ങളിൽ കുറച്ച് ആൾക്കാരെ വല്ലാതെ അങ്ങ് ഉപദ്രവിച്ചു. നിപാത്യ പ്രമധാനീകമദ്യബ്ധാവ സോസുര സിംഹം ഹന്തും മഹാദേവ്യോ ക്രോപം ചക്രേ തദാംബിക. ഇങ്ങനെ ഭൂതഗണങ്ങളെല്ലാം വീഴ്ത്തിയിട്ടിട്ട് മഹാദേവിയുടെ സിംഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് ആര് വരുന്നു? ഒരു അസുരൻ ഇങ്ങനെ ഓടിയെടുക്കാണ്. സിംഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് അസുരൻ ഓടി വന്നപ്പോ അംബികയ്ക്ക് ദേഷ്യം വന്നു. ദേവിയുടെ വാഹനമായ സിംഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്നത് കണ്ടപ്പോ ദേവിക്ക് ഭയങ്കര ദേഷ്യം വന്നു. സോഭി കോപാത് മഹാവീര്യ ഗുരക്ഷുണ മഹീതല ശൃംഗാഭ്യാം പർവ്വതാനുശ്ചാം ശിക്ഷേജ്പ ച നനാഥജ. മഹിഷാസുരനും ഭയങ്കര ദേഷ്യം വന്നു. അദ്ദേഹം എന്ത് ചെയ്ത്
അദ്ദേഹം ദേഷ്യം ഇങ്ങനെ കേറിയിട്ട് കുളമ്പ് കൊണ്ട് മണ്ണിലിങ്ങനെ മാന്താൻ തുടങ്ങി. അതിന്റെ കാല് വെച്ചിട്ട് ഇങ്ങനെ മഹിഷത്തിന്റെ രൂപത്തിലല്ലേ വന്നത്, അയാൾക്കും ദേവി വരുന്നതാണ്. ഭയങ്കര ദേഷ്യം വന്നപ്പം കുളമ്പ് വെച്ചിട്ട് ഇങ്ങനെ മാന്താൻ തുടങ്ങി മണ്ണില്. എന്നിട്ടോ കൊമ്പ് വെച്ചിട്ട് വലിയ വലിയ പർവ്വതങ്ങളെയൊക്കെ ഇങ്ങനെ തട്ടി എറിഞ്ഞിട്ട് തട്ടഹസിക്കാണ് ഈ മഹിഷാസുരൻ ദേഷ്യം വന്നിട്ട്. വേഗഭ്രമണ വിക്ഷൂണ മഹീതസ്യ വശീരഥ്യ ലങ്കാനുലേനാഹതാശ്ചതി പ്രാവയാമാസ സർവധ ധൃതശൃംഗ വിഭിന്നാശ്ച ഗഡ്ഗം ഗഡ്ഗം യയുർഘന ശ്വാസാനിലാസ്തദാ ശശദോ നിപേതുർമനസ്സോ ബാസാചല. മഹിഷാസുരന്റെ ആ വേഗത്തിലുള്ള ചുറ്റിക്കറങ്ങൽ കൊണ്ട് ആ സ്ഥലം മുഴുവൻ തകർന്നു പോയി. അയാളിങ്ങനെ വേഗത്തിൽ ഇങ്ങനെ കറങ്ങിയപ്പോഴത്തേക്ക് ആ സ്ഥലമൊക്കെ ചീത്തയായിപ്പോയി, തകർന്നു പോയി. സമുദ്രത്തിൽ അയാൾ വാലിട്ടടിച്ചു ആ അസുരൻ. അപ്പോ സമുദ്രം എന്ത് ചെയ്തു, വലിയൊരു തിരമാല വന്നതുപോലെ കരയിലോട്ട് കയറി. അത്രയും ശക്തമായിട്ടുള്ള അടിയാണ് അടിച്ചത്. കരയിലോട്ട് ആ സമുദ്രം കയറി. കൊമ്പ് ഇട്ട് ആട്ടിയപ്പോഴത്തേക്കും ആ കൊമ്പ് ആകാശത്തോളം മുട്ടി നിൽക്കുന്ന കൊമ്പാണ് മഹിഷാസുരന്റെ കൊമ്പ്. അതിട്ട് ഇങ്ങനെ ആട്ടിയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന മേഘങ്ങളെല്ലാം ചിന്ന ഭിന്ന കഷ്ണമായിട്ട് കുഞ്ഞു 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 കഷ്ണങ്ങളായിട്ട് താഴേക്ക് വീണു. അയാളുടെ ഭയങ്കരം ശ്വാസം, ദീർഘശ്വാസം കൊണ്ട് പർവ്വതങ്ങളെല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്നും പറഞ്ഞ് ഊതിക്കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും വെയിറ്റ്ലെസ് ആയിട്ടുള്ള കുട്ടി 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 സാധനങ്ങൾ വെച്ചിട്ട് പേപ്പറുകൾ കട്ട് ചെയ്തിട്ടിട്ട് ഒന്നും പറഞ്ഞ് ഊതുമ്പോൾ അതൊക്കെ ഇങ്ങനെ പറന്നു പോകില്ലേ, അതേപോലെ മഹിഷാസുരന്റെ ആ ശ്വാസം കാരണം എന്തായി, ദീർഘശ്വാസം കാരണം ആ പർവ്വതങ്ങളൊക്കെ 100 കഷ്ണങ്ങളായി പോയി. ഇതി ക്രോധ സമാത്മധാപാപതം മഹാസുരം ദൃഷ്ട്വാ സാ ചണ്ഡികാ കോപം ദ്വദദ്ധായാ തഥാകരോത്. മഹിഷാസുരന്റെ ഈ രീതിയിലുള്ള ദേഷ്യമൊക്കെ കണ്ടിട്ട് ദേവി വിചാരിച്ചു, ഇനി ഇവനെ വിടാൻ പാടില്ല, ഇവൻ ഇത്രയും അഹങ്കാരോ, ഇതുപോലെയൊക്കെ അവൻ ഈ പ്രപഞ്ചത്തെ ചെയ്തില്ലേ, ഇനി ഇവനെ വിടരുത്, ഇവനെ കൊന്നു കളയണമെന്ന് ദേവി വിചാരിച്ചു. എന്നിട്ടോ തീരുമാനിച്ചു, അമ്മ മഹിഷാസുരനെ കൊല്ലാൻ തീരുമാനിച്ചു. സാക്ഷിപ്ത്വാ തസ്യ വൈപാശം തം ബബന്ധ മഹാസുരം തത്യാജമാഹിഷം രൂപം സോബി ബന്ധോ മഹാമൃധേ. മഹായുദ്ധത്തില് ദേവി എന്ത് ചെയ്തു, പാശായുധം എറിഞ്ഞിട്ട് ദേവിയുടെ പാശായുധം എടുത്ത് എറിഞ്ഞിട്ട് മഹിഷാസുരനെ അങ്ങ് ബന്ധിച്ചു വെച്ചു. ദേവി നേരെ ഈ യുദ്ധത്തില് മഹിഷാസുരന്റെ നേരെ പാശായുധം എടുത്ത് എറിയാണ് ദേവിയുടെ. മഹിഷാസുരൻ അങ്ങ് കെട്ടിയ പോലെ ആയിപ്പോയി. അപ്പൊ എന്തായി, മഹിഷാസുരൻ ആ മഹിഷത്തിന്റെ രൂപം അങ്ങ് വിട്ടുകളഞ്ഞു, അസുരന്റെ രൂപത്തിലേക്ക് മാറി. തതസിംഹോ ഭവത് സത്യോ യാവത്യാസാംബികാശിര ചിന്നത്തി താവതാത് പുരുഷ ഗഡ്ഗപാണീര ദൃശ്യത. പെട്ടെന്ന് തന്നെ ഒരു സിംഹമായിട്ട് മാറി അയാള്. അപ്പൊ ദേവി എന്ത് ചെയ്തു, ആ സിംഹത്തിന്റെ തല അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. ഓഹോ, നീ മഹിഷം മാറിയിട്ട് സിംഹമായോടാന്ന് ചോദിച്ചിട്ട് ആ സിംഹത്തിന്റെ തല അങ്ങോട്ട് ദേവി വെട്ടിക്കളഞ്ഞു. ഉടനെ ഈ മഹിഷാസുരൻ എന്തായി, ഒരു വാള് കയ്യിൽ പിടിച്ച ഒരു പുരുഷന്റെ രൂപത്തിൽ വന്നു. സിംഹം പോയപ്പം വാള് കയ്യിൽ പിടിച്ച ഒരു പുരുഷനായി മാറി. തത ഏവാശു പുരുഷം ദേവി ചിച്ഛേദസായകൈ തം ഗഡ്ഗചർമ്മണാം സാർദ്ധം തതസോ ഭൂന്മഗാഹജ. ഉടൻ തന്നെ ദേവി എന്ത് ചെയ്തു, ദേവി ഒരു അമ്പ ചെയ്തിട്ട് ആ പുരുഷനെയും അവന്റെ വാളിനെയും പരിചയും എല്ലാം മുറിച്ചു കളഞ്ഞു. അപ്പൊ അയാൾ ആരായി മാറി, ഒരു വലിയ ഗജമായി മാറി, ഒരു ആനയായി മാറി അയാള്. കരേണച്ച മഹാസിംഹം തം ജഗർജ കർഷതസ്തു കരം ദേവി ഗഡ്ഗേന നിരങ്കൃതത. ആ മഹാഗജം എന്താ ചെയ്തത്, ദേവിയുടെ വാഹനമായിരിക്കുന്ന സിംഹത്തെ, ആനയുടെ രൂപത്തിലാണ് ഇപ്പൊ മഹിഷാസുരൻ നിൽക്കുന്നത്, അയാൾ എന്ത് ചെയ്തു, ദേവിയുടെ വാഹനമായിരിക്കുന്ന സിംഹത്തെ തുമ്പിക്കൈ കൊണ്ട് അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് വലിച്ച് ഗർജിക്കാൻ തുടങ്ങി. ദേവി എന്ത് ചെയ്ത്, നേരെ നോക്കിയിട്ട് ആനയുടെ ആ തുമ്പിക്കൈക്കിട്ട് ഒരു വെട്ടങ്ങോട്ട് കൊടുത്തു. ഈ തുമ്പിക്കൈ കൊണ്ടല്ലേടാ നീ എന്റെ വാഹനമായിരിക്കുന്ന സിംഹത്തെ പിടിച്ചു വലിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ തുമ്പിക്കൈക്ക് ഒരു വെട്ടങ്ങോട്ട് കൊടുത്തു ദേവിയുടെ വാള് വെച്ചിട്ട്. തതോ മഹാസുരോ ഭൂയോ മാഹിഷം വപുരാസ്ഥിത തദൈവ ക്ഷോഭയാമാസ ത്രൈലോക്യം സചരാചരം. അപ്പോ അസുരൻ എന്ത് ചെയ്ത്, വീണ്ടും മഹിഷത്തിന്റെ രൂപത്തിലേക്ക് തന്നെ മാറി. ചരാചരങ്ങളോടുകൂടി അയാളുടെ കൂടെയുള്ള എല്ലാവരോടും കൂടിയിട്ട് 3 ലോകത്തെയും ഇളക്കാൻ തുടങ്ങി ഈ മഹിഷാസുരൻ.
തദക്രുദ്ധ ജഗത്മാതാ ചണ്ഡികാപാനമുത്തമം പവൗ പുനശ്ചൈവ ജഹാസാരുണ ലോചന. ലോക ജനനിയായിരിക്കുന്ന ചണ്ഡികാദേവി എന്താ ചെയ്തത്? ലോകർക്ക് തന്നെ അമ്മയായിരിക്കുന്ന ചണ്ഡികാദേവിക്ക് പിന്നെ ക്ഷമ കിട്ടിയില്ല. അമ്മ ഇത്രയും നേരം കുറച്ച് ശിക്ഷയെ കൊടുത്തിട്ടുള്ളൂ. അമ്മ എന്ത് ചെയ്ത്? അമ്മയുടെ കണ്ണുകളൊക്കെ അങ്ങോട്ട് ചുമന്ന് തുടുത്ത് ഇവൻ ഇനിയും ധിക്കാരെടുത്തോണ്ടിരിക്കുകയാണെന്നുള്ള ഭാവത്തിൽ അമ്മയുടെ ദേഷ്യം മുഴുവൻ അമ്മയുടെ കണ്ണുകളിൽ കാണാൻ തുടങ്ങി. വീണ്ടും അമ്മ എന്ത് ചെയ്ത്? കുറച്ചും കൂടെ മധു അങ്ങോട്ട് കഴിച്ച്. മധു കഴിച്ചിട്ട് അമ്മ അങ്ങോട്ട് ആർത്തട്ടഹസിച്ച് അങ്ങോട്ട് ചിരിച്ച്, ഓഹോ നീ എന്നോടോ ബല എന്ന ഭാവത്തില് അമ്മ അങ്ങോട്ട് കുറച്ച് മധു എടുത്ത് അങ്ങോട്ട് കഴിച്ചിട്ട് ആർത്തങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. നനർദ്ദച്ചാസുരാസോബി ബല വീര്യ മധോദത വിഷാണാഭ്യം ച ചിക്ഷേപ ചണ്ഡികാം പ്രതി ദുദാരൻ. ആ അസുരൻ എന്ത് ചെയ്തു? എന്താ പറയാ, അസുരൻ നേരെ അയാളുടെ ബലത്തിലും വീര്യത്തിലും അഹങ്കാരത്തോടു കൂടി നിൽക്കാണ്. ഭൂലോകമാതാവായിരിക്കുന്ന ചണ്ഡികയൊന്നും എനിക്കൊരു വിഷയമേ ഇല്ല എന്ന ഭാവത്തില് അയാളുടെ അഹങ്കാര ബോധത്തോടു കൂടി അയാൾ നിൽക്കാണ്. എന്നിട്ട് എന്താ ചെയ്തത്? അയാളുടെ കൊമ്പുകൾ വെച്ചിട്ട് മലകളെല്ലാം തട്ടി മറിച്ചെടുക്കാണ്. കൊമ്പുകളോണ്ട് മലകളെല്ലാം ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ചണ്ഡികയുടെ നേർക്ക് എറിയാണ് ഇയാള്. കല്ല് വാരി എറിയുന്നത് പോലെ അയാളുടെ കൊമ്പ് വെച്ചിട്ട് മലയും പർവ്വതവും എല്ലാം ഇളക്കി മറിച്ച് കുട്ടി പീസാക്കിയിട്ട് അതെല്ലാം എടുത്തിട്ട് നേരെ ചണ്ഡികയുടെ നേരെ എറിയാണ്. സാചതാൻ പ്രഹിത്താം സ്തേന ചൂർണയന്തി ശരോത്കരേ ഉവാചത്തം മധോധൂ മുഖരാഗാകുലാക്ഷരം. ദേവി അവൻ എറിയുന്ന ആ ഒരു മലകളെ എല്ലാം എന്ത് ചെയ്തു? ബാണങ്ങൾ കൊണ്ട് പൊടിച്ചു കളഞ്ഞു. അപ്പൊ ദേവി എന്ത് ചെയ്തു? ബാണങ്ങൾ കൊണ്ട് ദേവി മലകളെല്ലാം പൊടിച്ചു കളഞ്ഞു. എന്നിട്ടോ മദ്യലഹരിയാണ് അമ്മയ്ക്ക്. എന്നിട്ട് നല്ല ചുവന്ന് തുടുത്ത മുഖമായിട്ട് ദേഷ്യത്തോടു കൂടി ദേവീ മഹാത്മ്യത്തില് അമ്മ ആദ്യമായിട്ട് സംസാരിക്കാൻ പോവാണ്. ഇത്ര നേരവും അമ്മ വാ തുറന്നിട്ടില്ല. നല്ല ചുമന്ന് തുടുത്ത കണ്ണും മുഖവും ഒക്കെ ആയിട്ട് അമ്മ ഇങ്ങനെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ വിറച്ചു നിന്നിട്ട് അമ്മ ലോക ജനനിയായിരിക്കുന്ന ചണ്ഡികാ മാതാവ് ആദ്യമായിട്ട് ദേവി മഹാത്മ്യത്തില് ഒരു വാക്ക് പറയാൻ പോവാണ്. ദേവി ഉവാച, ദേവി പറഞ്ഞു, ഗർജ ഗർജ ക്ഷണം മൂഢാ മധു യാവത് വിഹാമ്യഹം മയാ ത്വയി ഹതേത്രൈവ ഗർജിഷ്യന്ത്യാശു ദേവത. അമ്മ പറയുന്ന വാക്കാണ് ആദ്യമായിട്ട്. അല്ലയോ മൂഢ, വിഡ്ഢി, ഞാൻ മധു സേവിച്ചു തീരുന്നത് വരെ ഒരു ക്ഷണം നീ അലറിക്കൊള്ളൂ. ഞാനിത് കുടിച്ചു തീരുന്നത് വരെ നീ സംസാരിച്ചോ. ഞാൻ നിന്നെ കൊന്നു കഴിയുമ്പോ ദേവന്മാര് കിടന്ന് ഇതുപോലെ അലറും. സന്തോഷത്തോടെ ദേവന്മാർ അലറിക്കൊണ്ടിരിക്കും. നീ ഇപ്പൊ അലറിക്കൊണ്ടിരിക്കുന്നത് പോലെ ഞാനിത് കുടിച്ചു കഴിഞ്ഞിട്ട് നിന്നെ കൊന്നു കഴിഞ്ഞാൽ ആ ദേവന്മാര് സന്തോഷത്തോടെ അലറുന്നു പറഞ്ഞു. ഋഷിരുവാച, ഋഷി പറഞ്ഞു, ഏവ മുക്താ സമുത്പദ്ധ്യ സദ്യുഡാതം മഹാസുരം പാദേന ക്രമേ കണ്ടേ ച ശൂലനൈനേ മയാധടയാത്. ദേവി ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ ചെയ്തത്? ആ മഹിഷാസുരന്റെ മേലേക്ക് ദേവി അങ്ങോട്ട് ചാടി കയറിയിട്ട് കാലുകൊണ്ട് അവനെ അങ്ങോട്ട് ചവിട്ടി അമർത്തി വെച്ചു. നേരെ അമ്മയുടെ കാലുകൊണ്ട് അവനെ അങ്ങ് ചവിട്ടി അമർത്തി വെച്ചിട്ട് അവന്റെ കഴുത്തില് ശൂലം കൊണ്ട് ഒരൊറ്റ അടി അടിച്ചു അമ്മ. അവനെ ഒറ്റടി അവന്റെ കഴുത്തിൽ തന്നെ അമ്മയുടെ ശൂലം വെച്ചിട്ട്. തദസോഭി പദാക്രാന്തസ്തയാ നിജം മുഖാത്തതാ അർദ്ധനിഷ്ക്രാന്ത ഏവാസി ദേവ്യോ വീരേണ സംവൃത. ഇതുപോലെ കാലുകൊണ്ട് അമർത്തി പിടിച്ചിട്ട് അസുരൻ എന്ത് ചെയ്തു? മഹിഷത്തിന്റെ ആ മഹിഷമായിരിക്കുന്ന ആ രൂപത്തിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങി. അവൻ എങ്ങനെയെങ്കിലും മഹിഷമായി മാറിയിരിക്കുന്ന അവന്റെ ആ രൂപത്തിൽ നിന്ന് അമ്മ കഴുത്തിനിങ്ങനെ അമർത്തി പിടിച്ചിരിക്കുക കാലുകൊണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും അവന് പുറത്തു വരണം. പകുതി അവൻ എന്ത് ചെയ്തു? മഹിഷമായിട്ടും പകുതി അവൻ അസുരനായിട്ടും ഇങ്ങനെ നിന്ന് അമ്മ അവന്റെ വീര്യത്തെ, ശക്തിയെ അങ്ങ് അമ്മ അമർത്തി പിടിച്ചിരിക്കുകയാണ്. വിടില്ല എന്നുള്ള ഭാവത്തിൽ അമ്മയുടെ തൃശൂലം കൊണ്ട് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് അമ്മ വെച്ചിരിക്കുകയാണ്. അർദ്ധനിഷ്ക്രാന്ത ഏവാസൗ യുദ്ധമാനോ മഹാസുര തയാ മഹാസിനോ ദേവ്യോ ശിരശ്ചിത്വാ നിബാധിത. പകുതി പുറത്തു വന്ന രൂപത്തിൽ നിന്ന് അവൻ ദേവിയോട് അവിടെ കിടന്ന് യുദ്ധം ചെയ്യാണ്.
അപ്പോ ആ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ വാളുകൊണ്ട് ദേവി എന്ത് ചെയ്തു, അവന്റെ തല അങ്ങോട്ട് അറിഞ്ഞു കളഞ്ഞു. നീ പകുതി രൂപത്തിൽ കിടന്നും എന്നോട് യുദ്ധം ചെയ്യുന്നോടാന്ന് ചോദിച്ചിട്ട് അമ്മയുടെ വാളെടുത്തിട്ട് അമ്മ ഒരൊറ്റ വെട്ട് അവന്റെ തല അമ്മ മുറിച്ചു കളഞ്ഞു. തദോ ഹഹാകൃതം സർവം ദൈത്യ സൈന്യം നാശാതത് പ്രഹർഷം ച പരം ജഗ്നു സകല ദേവതാഗണ. ആ സമയത്ത് അസുര സൈന്യങ്ങളൊക്കെ കൂടെ ഹാ ഹാ എന്ന് വിളിച്ചുകൊണ്ട് നശിച്ചു തീർന്നു. കാരണം എന്താ? മഹിഷാസുരൻ മരിച്ചു. എല്ലാ ദേവഗണങ്ങളും സന്തോഷത്തോടു കൂടി ആർമാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അമ്മ മഹിഷാസുരനെ വധിച്ചു. കാരണം എന്താ? മഹിഷാസുരനെ കൊണ്ട് അത്രമേൽ ബുദ്ധിമുട്ട് അമ്മയ്ക്കുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മ മഹിഷാസുരനെ വധിച്ചപ്പോഴേക്കും അവർക്കുണ്ടായിരിക്കുന്ന സന്തോഷം ചെറിയ സന്തോഷമേ അല്ല. എല്ലാ ദേവഗണങ്ങളും വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആർത്തുല്ലസിക്കുകയാണ് മഹിഷാസുരനെ വധിച്ചത് കണ്ടിട്ട്. തുഷ്ടവുസ്താം സുരാം ദേവി സഹ ദിവ്യേർ മഹിർഷിഭി ജഗുർഗന്ധ പർവതയോ നനുഷ്ചാ പരോഘണ. ദേവന്മാരും ദിവ്യമായിരിക്കുന്ന മഹർഷിമാരും ആ ദേവി അങ്ങ് സ്തുതിച്ച് 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 ഗന്ധർവ ശ്രേഷ്ഠന്മാരെല്ലാം